ബാങ്കുകാരോട് പറഞ്ഞ അവസാനത്തെ അവധിയും കഴിഞ്ഞു. അമ്മേ, വിദ്യേച്ചി. ആയസാ, ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞിരിക്കായിരുന്നു. ജീവിച്ച് കൊതി തീരാത്തവർക്കല്ലേ ദീർഘായുസ് വേണ്ടത്. ജീവിതം അടുത്തവർക്ക് എന്തിനാ ദീർഘായുസ്? നിന്നെ അവിടെ എന്താ വേദാന്തം പഠിപ്പിക്കണ്ടോ? അതൊരു സർവകലാശാലയല്ലേ അച്ഛാ. എല്ലാം പഠിച്ചിറങ്ങുമ്പോഴേക്കും ആയുസ് ബാക്കി കാണില്ലെന്നേ ഉള്ളൂ. അവള് വെയിലും കൊണ്ട് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. വേദാന്തമൊക്കെ പിന്നെ ആവാം. മോളിഞ്ഞു വാ, ഞാനിത്തിരി കാപ്പി എടുക്കട്ടെ. ചേട്ടൻ വന്നില്ലേ? എന്റെ കൂടെ വന്നാ പിന്നെ ആ തള്ള പൊറുപുറത്ത് മുഖം വീർപ്പിച്ചോണ്ടിരിക്കും. നീ ഒറ്റയ്ക്കാണോ വന്നത്? അതെ. സ്ത്രീധന ബാക്കി അങ്ങോട്ട് എത്തിയില്ല അല്ലേ? നിനക്ക് തരാനുള്ള തുക ഉണ്ടാക്കാൻ അച്ഛൻ ഇനി കയറി ഇറങ്ങാത്ത സ്ഥലമില്ല. ചേച്ചി വല്ലാതെ ക്ഷീണിച്ചു പോയി. സത്യം പറ മോളെ, നിനക്കവിടെ സുഖാണെന്ന് പറയുമ്പോ നീ എത്ര മറച്ചു പിടിച്ചാലും അമ്മയ്ക്ക് മനസ്സിലാവും. നമ്മൾ പെണ്ണുങ്ങളല്ലേ, അതൊക്കെ സഹിച്ചേ പറ്റൂ. നിനക്കൊരു കുഞ്ഞുണ്ടായ പകുതി വിഷമം മാറും. കുഞ്ഞിനോട് അവർക്ക് സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ മകന്റെ കുഞ്ഞല്ലേ. നിന്നോടുള്ള പെരുമാറ്റത്തിന് കുറച്ചൊരു മയം വന്നേനെ. എന്താ മോളുണ്ടാക്കുന്നത്? എന്തായാലും അമ്മയോട് പറ. എന്നോട് പറയാൻ പറ്റതായി മോക്ക് എന്താ ഉള്ളത്? എന്തായാലും അമ്മയോട് പറ മോളെ. എനിക്കൊരു കുഞ്ഞിന് ദൈവം തന്നതാണമ്മേ. അവരതിനെ വയറ്റി വെച്ച് തന്നെ കൊന്നു. സ്ത്രീധന ബാക്കി കിട്ടാതെ വന്ന എന്നെ ഉപേക്ഷിക്കാൻ കുഞ്ഞൊരു തടസ്സമാവരുതല്ലോ. എന്റെ ഈശ്വര, അച്ഛനോട് ക്ഷമിക്കുമോളെ. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇനി വീട് മാത്രമേ വെക്കാറുള്ളൂ. അതും കൂടി വിറ്റാ പിന്നെ അമ്മേ. എന്താ മോളെ? ഇത്ര കാലത്തെ എഴുന്നേറ്റ് അച്ഛൻ എങ്ങോട്ടാ അമ്മേ പോയത്? അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോയതാ. നിന്റെ കാര്യത്തിന് വന്നിട്ട് വേണം ജോലിക്ക് പോവാൻ. എനിക്ക് ഇന്ന് തന്നെ പോണമായിരുന്നു. അച്ഛൻ വന്നിട്ട് പോവാ മോളെ. എന്തോ അത്യാവശ്യ കാര്യം നിന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിളിക്കട്ടോന്ന് ചോദിച്ചു. വേണ്ട, ഉറങ്ങട്ടെ, വന്നിട്ട് പറയാന്ന് പറഞ്ഞു. വിദ്യേച്ചി, വിദ്യേച്ചി, ചേച്ചി കുറുപ്പേട്ടന്റെ വണ്ടി ഇടിച്ചു.
കൊണ്ടുപോയി പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെല്ല്